ആരും ഒരു സ്ത്രീ ധൈര്യത്തോടെ ഒറ്റയ്ക്ക് പോവാത്ത പല സ്ഥലങ്ങളിൽ വരെ തലയിലൊക്കെ തുണി ഇട്ടിട്ടൊക്കെ പോയി നോക്കിയിട്ടുണ്ട്. കൽക്കട്ടയിൽ ഞാൻ പറഞ്ഞിരുന്നു മേറ്റിയ ബ്രൂസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, റെഡിമെയ്ഡൊക്കെ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ സ്റ്റോഴ്സിനൊക്കെ അറിയാം മേറ്റിയ ബ്രൂസ്. അന്നത്തെ കാലത്ത്, ഇന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ നല്ലതായിട്ടുണ്ടാവും. മേറ്റിയ ബ്രൂസിലൊക്കെ അന്ന് ലേഡീസ് ഇല്ല, അവിടെ പുറത്തു പോലും ഒരാളെ കാണാനില്ല. ഞാൻ ഹസ്ബൻഡും കൂടെ ട്രാവൽ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും കാണണം മേറ്റിയ ബ്രൂസ്, അവിടെ എന്താ സംഭവിക്കുന്നത് കാണണമല്ലോ. ഒരിക്കലും നമുക്ക് അവിടെ നിന്നൊരു പ്രോഡക്റ്റ് എടുത്ത് മില്ലിലൊന്നും വിൽക്കാൻ പറ്റുന്ന സ്ഥലമല്ല. അവിടെയൊക്കെ ഞാൻ 30 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ ഫ്രോക്ക് കിട്ടുന്ന സ്ഥലം, അത് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും അതെ, ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നത്. അത് ഹോൾസെയിലേഴ്സാണ്, ചാക്കും ബാഗും ഒക്കെ പിടിച്ചാണ് ആൾക്കാർ പോയി ഇത് വാങ്ങിക്കുന്നതും. എന്നിട്ടത് പിന്നെ എല്ലാം കൂടെ കളക്ട് ചെയ്തു. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരെ ഡീപ്പായിട്ട് നമ്മൾ പോയിട്ടുണ്ട്. കൽക്കട്ടയിൽ നിന്ന് 400 മീറ്ററൊക്കെ ഡ്രൈവ് ചെയ്ത് ഉള്ളിൽ പോയി കോട്ടൺ വീവ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി സാരി എടുത്തിട്ടുണ്ട്. സോ ഫാബ്രിക് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള സ്ഥലങ്ങളും ഇതിൻ്റെ സോഴ്സിങ് സെൻറ്റേഴ്സും എനിക്ക് കൃത്യമായിട്ട് വളരെ ഡീപ്പായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. അങ്ങനെയാണ് നമുക്ക് പ്രോഡക്റ്റുകൾ കൊണ്ടുവരാൻ പറ്റിയത്.